ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്ന് ബസനഗർ ബീച്ചാണ് കാണേണ്ടത്. സോ ബീച്ചിൽ വന്ന് ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണേ. അപ്പോൾ ഒരാളും കൂടെ വരാനുണ്ട്, അതിനുള്ള വെയിറ്റിംഗ് ആണ്. സോ അവരും കൂടെ വന്നതിന് ശേഷം നമ്മൾ അകത്തോട്ട് പോകുന്നതായിരിക്കും. ഇതാണ് ആക്ച്വലി അങ്ങോട്ട് ബീച്ചിലോട്ട് കിടക്കുന്നതിനുള്ള മെയിൻ വഴി. സോ ഫുള്ള് പാർക്കിംഗ്, നല്ല പാർക്കിംഗ് ഉണ്ട്, കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ. ഇവിടെ തന്നെയാണ് കുറച്ച് പ്ലാറ്റ്ഫോം കടകളൊക്കെ ഉള്ളത്. ഇതെല്ലാം ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ, ഒരു 50 രൂപയ്ക്കും 250 രൂപയ്ക്കുള്ള സാധനങ്ങളൊക്കെയാണ്. ദെൻ ഇതിനപ്പുറത്താണ് പാർക്കും കാര്യങ്ങളും, കൊച്ചുപിള്ളേർക്ക് കളിക്കാനുള്ളത്. അതാണ് റാട്ടിനൊന്ന് കുറയും സമയത്തിൽ. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്നും ചെറിയ ചെറിയ പർച്ചേസും കാര്യങ്ങളായിരിക്കും. ഇത് അതിൻ്റെ അടുത്തുകൂടെ തന്നെയുള്ള കുറച്ച് കടകളും കാര്യങ്ങളാണ്. കൊച്ചു പിള്ളേരുടെ ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ കുറച്ച് ഫുഡ്, നമ്മുടെ ഈ ബീച്ചിലൊക്കെ കിട്ടുന്ന കടല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ കൊച്ചു കുട്ടികളുടെ ഗെയിംസ് തന്നെയാണ് ആക്ച്വലി ഇവിടെ കൂടുതൽ. ഫാമിലീസാണ് ഇവിടുത്തെ ഈ ബസനഗർ ബീച്ചിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരെ ആകർഷിക്കാൻ വേണ്ടി നമ്മളവിടെ നാട്ടിലുള്ള പോലത്തെ ഈ റാട്ടിനും അങ്ങനത്തെ കുറച്ച് പരിപാടീസും, ഈ റിങ് എറിയുന്നതും ആ കാര്യങ്ങളും അങ്ങനത്തെ ഗെയിംസും കാര്യങ്ങളും കൂടുതലുള്ളത്. ഈ ചെയർ അങ്ങനത്തെ. ഇതിൻ്റെ ഈ ആക്ച്വലി ബീച്ചിൻ്റെ അപ്പുറത്ത് തന്നെ രാത്രി മീനൊക്കെ നല്ല രീതിയിൽ പൊരിച്ചു തരുന്ന പലതരം മീനിലുള്ള കൊഞ്ച് അങ്ങനത്തെ പല രീതിയിലുള്ളതും നല്ല വിലയാന്ന് തോന്നുന്നു. ഇന്ന് കഴിക്കണം, എന്തായാലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഈ ബലൂൺ അങ്ങനത്തെ കാര്യങ്ങളും ഇതുമെല്ലാം. പക്ഷേ ഇതെല്ലാം ഈ ബീച്ചിൻ്റെ തൊട്ടടുത്ത ഈ കടകളും കാര്യങ്ങളെല്ലാം വരുന്നത്. പെട്ടെന്നൊരു വലിയ തിരമാലയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് അറിയത്തില്ല. കാരണം എല്ലാം ഈ നമ്മുടെ ബീച്ചിൻ്റെ തൊട്ടടുത്ത് മേളിൽ ആ സൈഡിലാണ് വരുന്നത്. പക്ഷെ എല്ലാം ഉണ്ട്. ഈ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി മുതൽ എല്ലാവർക്കും ഉള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ, ബീച്ചിനകത്ത് തന്നെ ഉണ്ട്. വടകൾ അങ്ങനത്തെ കാര്യങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കൊച്ചുപിള്ളേർ ആകർഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും ബീച്ചിൽ നിരത്തി വെച്ചിട്ടുണ്ട്. സോ കാശ് കാലിയാവണമെന്ന് അറിയത്തില്ല. സോ അത്രത്തോളം നല്ല രീതിക്ക് തന്നെ കൂടുതലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടെ വന്നവരെ കാണാനില്ല, ഇവിടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീച്ചിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വന്നവരെ ചോദിക്കാം, അതാണ് നല്ലത്. ആന്ധ്ര ബീച്ച് എപ്പടി இருக்கு? வை பாட்டி பீச் எப்படின்னு இங்கிலீஷும் புரியாது, தமிழும் புரியாது. తెలుగులో சொல்லு చాలా బాగుంది. ఏదో చాలా బాగుంది అప్ప. ஓகே, ஏதாவது சாப்பிட தோன்றா? உனக்கு தமிழ் தெரியாது. வயறு பத்திரமா? என்னது? ബീച്ചിൽ പോകുമ്പോൾ ഈ സ്മോൾ ഗെയിംസ് ഒക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വരും, എല്ലാം കവർ ചെയ്യാം, അതിനു വേണ്ടിയാണ്. ഓക്കെ, വെയിറ്റ് ഫോർ നെക്സ്റ്റ് പാർട്ട്.